ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റെയിൽവേ എക്സാമുകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹48,750 at 16% annum for 73 days of a non-leap year. അതായത് ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് പ്രിൻസിപ്പൽ പി തന്നിട്ടുണ്ട്, 48,750 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 60% പെർ ആനുവൽ ആണ്. ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 73 ഡേയ്സിനാണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100 ആണ് ബേസിക് ഇക്വേഷൻ. സോ ഇവിടെ നമുക്ക് പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ടൈം ടി തന്നിട്ടുണ്ട്. അത് 73 ഡേയ്സ് ആണ്. അപ്പോൾ 73 ഡേയ്സ് നോൺ ലീപ്പ് ഇയറിലാണെങ്കിൽ 73 ഡേയ്സ് will be equal to 73 divided by 365 ചെയ്യുക. അപ്പോൾ 1/5 ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു ബേസിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. സോ നമുക്ക് 48,750 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 16 ഇൻറ്റു ടൈം 1/5 ഡിവൈഡഡ് ബൈ 100 ആണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് ഓപ്ഷൻ എ 1,560 റുപ്പീസ് കിട്ടും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Sum when invested at a 12.5% simple interest per annum amounts to ₹8,250 after 2 years. What is the simple interest? അതായത് ഒരു എമൗണ്ട് നമ്മൾ 12.5% സിമ്പിൾ ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞിട്ട് ടോട്ടൽ എമൗണ്ട് നമുക്ക് 8,250 ആണെങ്കിൽ എത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്കറിയാം 2 വർഷം കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ എമൗണ്ട് 8,250 ആണെങ്കിൽ ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പിൾ മൈനസ് ചെയ്യാം. അതായത് 8,250 ടോട്ടൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ടോട്ടൽ എമൗണ്ട് എന്ന് പ്രിൻസിപ്പിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ 8,250 മൈനസ് പ്രിൻസിപ്പിൾ ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ബേസിക് ഫോർമുലയാണ് പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. സോ പി ഇൻറ്റു ആർ എന്ന് പറയുന്നത് 12.5%, അതായത് 25/2 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 100. സോ നമുക്ക് ഇവിടെ 8,250 മൈനസ് പി ഈക്വൽ ടു P/4 കിട്ടും. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 6,600 എന്ന് കിട്ടും. അപ്പോൾ പ്രിൻസിപ്പൾ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ ആയിരിക്കും. സോ 1,650. Question number 3 ഡിസ്കസ് ചെയ്യാം. Find the simple interest on ₹2,000 at 8.25% per annum for the period from 7 February 2022 to 20 April 2022 ആണ്. ഇവിടെ നമുക്ക് പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ബേസിക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100. ഇവിടെ പിന്റെ സ്ഥാനത്ത് നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ₹2,000 ആണ്. ആറിന്റെ സ്ഥാനത്ത് 8.25% ആണ്. ടൈം പീരീഡ് ഫെബ്രുവരി 7 ടു ഏപ്രിൽ 20 വരെയാണ്. സോ ഫെബ്രുവരി മാസം ഇത് നോൺ ലീപ്പ് ഇയർ ആണ് 2022 എന്ന് പറയുന്നത്. സോ 7 ഫെബ്രുവരി തൊട്ട് 28 ഫെബ്രുവരി വരെ 22 ഡേയ്സ് ഉണ്ടാവും ഫെബ്രുവരി മാസത്തിൽ. അതുപോലെ തന്നെ മാർച്ച് മാസം, ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിൽ 31 ഡേയ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ 20 ഡേയ്സ് ഉണ്ടാവും. ടോട്ടൽ 73 ഡേയ്സ് ആണ്. സോ 73 ഡേയ്സ് എന്ന് പറയുമ്പോൾ 73 ഡിവൈഡഡ് ബൈ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു PRT ഡിവൈഡഡ് ബൈ 100. 2,000 into 8.25 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻറ്റു 73/365 ഡിവൈഡഡ് ബൈ 100. ആൻസർ എന്ന് പറയുന്നത് 33 ആണ്. Question number 4. The simple interest on ₹10,000 for 6 months at the rate of 5 paise per rupee per month is. സോ ഇത് ബേസിക് ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100 ആണ്. സോ പ്രിൻസിപ്പൾ തന്നിട്ടുണ്ട് 10,000 റുപ്പീസ് ആണ്. ആർ എന്ന് പറയുന്നത് 5%, അതായത് 5 പൈസ പെർ റുപ്പി പെർ മന്ത് ആണ്. നമുക്ക് അതിനുള്ള ടൈം പീരീഡും എന്താണ്? മന്തിലാണ്, 6 മന്തിലാണ്. സോ ഇതിലൊന്നും കൺവേർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട യൂണിറ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 10,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 ഇൻറ്റു time period 6 divided by 100. So answer is equal to ₹3,000. Question number 5. Amount of ₹1,250 becomes ₹1,550 in 4 years. What is the rate of simple interest? ഇത് നമ്മൾ ചെയ്ത സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എമൗണ്ട്, അതായത് ഒരു പ്രിൻസിപ്പൾ 1,250 രൂപ 4 വർഷം കൊണ്ട് 1,550 രൂപയാകണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക? ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൾ ആണ്. അതായത് 1,550 ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് PRT ഡിവൈഡഡ് ബൈ 100 പ്ലസ് പ്രിൻസിപ്പൾ 1,250 ആണ്. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 50 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഇസ് ഈക്വൽ ടു 1,550 മൈനസ് 1,250 എന്ന് കിട്ടും. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി ഈക്വൽ ടു 300 ഡിവൈഡ് ബൈ 50, 6%.
Question number 6. A certain sum amounts to rupees 16,500 in 2 years at 5% per annum simple interest. Find the sum. സോ ഇവിടെ നമുക്ക് പ്രിൻസിപ്പൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട് 16,500 ആണ്. സോ ഒരു എമൗണ്ട് പ്രിൻസിപ്പൾ 2 ഇയേഴ്സ് കൊണ്ട് 16,500 ആവുകയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 5%, ടൈം 2 ഇയേഴ്സ്. സോ നമുക്കറിയാം പ്രിൻസിപ്പൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് ടോട്ടൽ എമൗണ്ട്. സോ പ്രിൻസിപ്പൾ പി പ്ലസ് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് പി ഇൻറ്റു ആർ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 100 ഇസ് ഈക്വൽ ടു total amount after 2 years 16,500. So amount P plus P into rate of interest 5 into time 2 years 2 divided by 100 is equal to 16,500. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 11 P divided by 10 is equal to 16,500. So ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ P will be equal to rupees 15,000 കിട്ടും. Okay, question number 7. A sum of money invested at a certain rate of simple interest per annum amounts to rupees 24,500 in 8 years and to rupees 32,000 in 13 years. Find the sum invested. ഇവിടെ നമുക്ക് ഒരു പ്രിൻസിപ്പൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രിൻസിപ്പൾ 8 ഇയേഴ്സ് കൊണ്ട് 24,500 13 ഇയേഴ്സ് കൊണ്ട് 32,000 ആണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ എമൗണ്ട് ആവുന്നത്. സോ അങ്ങനെയാണെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 13 ഇയേഴ്സ് 32,000 ആണ്. ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 8 ഇയേഴ്സ് 24,500 ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടും 5 വർഷത്തിലേക്കുള്ളത്. അതായത് 8 വർഷത്തെ ടോട്ടൽ എമൗണ്ടും 13 വർഷത്തെ ടോട്ടൽ എമൗണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും മൈനസ് ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 32,000 minus 24,500 ആണ്. അതായത് ഇൻട്രസ്റ്റ് ഫോർ 5 years will be equal to 7,500 rupees ആയിരിക്കും. 5 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് 7,500 ആണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 7,500 ഡിവൈഡഡ് ബൈ 5 1,500 രൂപയായിരിക്കും ഒരു വർഷത്തേക്കുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ പി ആണ്. അപ്പൊ പ്രിൻസിപ്പൽ പി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 8 വർഷത്തേക്കുള്ള ടോട്ടൽ എമൗണ്ട് 24,500 ആണ് തന്നിട്ടുണ്ട്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്കിപ്പോൾ കിട്ടി 1,500. അങ്ങനെയാണെങ്കിൽ 8 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 8 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,500 into 8 ആണ്, 12,000 ആണ്. അപ്പോൾ 8 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി 12,000. 8 വർഷം കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ എമൗണ്ട് കിട്ടി 24,500. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എത്രയായിരിക്കും? എമൗണ്ട് 8 വർഷത്തും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മൈനസ് ഇൻട്രസ്റ്റ് ആണ്. അതായത് 24,500 minus 12,000. ആൻസർ rupees 12,500. ഓപ്ഷൻ